കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 23 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ ആയിരിക്കണം എന്ന് അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരാഹ്വാനമാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ത്രിത്വം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന അവബോധം എപ്പോഴും നമുക്കുണ്ടാകണം. പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വായനകളിൽ നമ്മൾ കണ്ടത്. ത്രിത്വവുമായി ബന്ധപ്പെട്ട ഈ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ത്രിത്വം നമ്മെ നയിക്കാനും ഭരിക്കാനും നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായിട്ട് മാറുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, ജീവൻ പോലും കർത്താവിൻ്റെ നാമത്തിൽ പണയം വെച്ച വ്യക്തികളെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ അവർ മരിക്കാൻ റെഡിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനില്ല. കാരണം അവർ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് സാധിച്ചത്. പക്ഷേ നമ്മൾ കണ്ടെന്ന് വരും, എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു വിരൽ, എത്ര വിരലുണ്ട് നമ്മുടെ ശരീരത്തിൽ, കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട്, ഒരു വിരൽ അറ്റുപോയാൽ അതിൻ്റെ പേര് പിന്നെ പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ വന്നു, പ്രാർത്ഥനയില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയെല്ലാം പ്രതികരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇവർ ദൈവത്തെ അറിഞ്ഞവരാണ്. അപ്പം ആ ഒരു മനോഭാവമാണ് നാം ഉൾക്കൊള്ളുന്നതെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ജീവിക്കുന്നവരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. ആ കാര്യങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ച് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായിട്ട് മാറും. 5 കാര്യങ്ങൾ. 1, സ്നേഹം. 2ാമത്തെ കാര്യം സഹനം. 3ാമത്തെ കാര്യമാണ് അനുസരണം. 4ാമത്തേത് പരിശുദ്ധാത്മാവ്. 5ാമത്തേത് സഭ. ഈ 5 കാര്യങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ചാലാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നത് എന്നത് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ 13-ാം അധ്യായം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്നത് കൊന്തയോ വെന്തിങ്ങമോ കുരിശുരൂപമോ ഇത് ഒന്നിലേറെ നമ്മൾ കൈവശം വെച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ആക്കണമെന്നില്ല. നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്നത് സ്നേഹം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ പറയണം. ഞാൻ പറഞ്ഞാൽ പോരാ, മറ്റുള്ളവർ പറയണം. നമുക്കറിയാമല്ലോ, സുഭാഷിതങ്ങൾ 27 ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പ്രശംസിക്കേണ്ടത് നിന്റെ നാവല്ല, നിന്നെ പ്രശംസിക്കേണ്ടത് അന്യൻ്റെ നാവാണ്. ഞാൻ എന്നെ തന്നെ പ്രശംസിച്ചാൽ അത് ആത്മപ്രശംസയായിട്ട് മാറും. അത് പാപമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞാൻ വിശുദ്ധനാണ്, ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണ് എന്ന് ഞാൻ തന്നെയല്ല പറയേണ്ടത്, മറ്റുള്ളവർ പറയണമെന്ന്. അത് നീ നന്നായിട്ട് ജീവിച്ചാൽ മറ്റുള്ളവർ പറഞ്ഞോളും. ഇല്ലെങ്കിൽ തന്നെ കർത്താവ് അത് കണ്ട് നിന്നെ അംഗീകരിക്കുന്നത് കാണാൻ പറ്റും. നീ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളൊരു കാര്യമാണ് സഹനം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സഹനം എടുക്കുന്നതിനകത്ത് വലിയ മൂല്യമൊന്നുമില്ല. വേണേ ഞാനൊരു ഉപവാസം നോക്കാൻ റെഡിയാണ്, കൈ വിരിച്ചു പിടിക്കാൻ റെഡിയാണ്, ചരലെ മുട്ടുകുത്താൻ റെഡിയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, ത്യാഗങ്ങളും സഹനങ്ങളൊക്കെ നമുക്കിഷ്ടമുള്ളത് നമ്മളെടുക്കും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം അനുവദിക്കുന്ന, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനം പരാതി കൂടാതെ, പരിഭവം പറയാതെ എടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചില പ്രത്യേകതകളുണ്ടായിരിക്കാം. മക്കൾക്ക് അവരുടേതായ സ്വഭാവ ദൂഷ്യങ്ങളും വേണമെങ്കിൽ വൈകല്യങ്ങളുണ്ടാകാം, രോഗാവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. ഇതൊന്നും എടുക്കാതെ ഇതേക്കുറിച്ച് നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ട്, പരാതി പരിഭവം പറഞ്ഞുകൊണ്ട് ചരലെ മുട്ടുകുത്തിയാലും ദൈവം അതിന് വലിയ വില കൽപ്പിക്കുകയായിരുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ സഹനം അത് ഏതാണെന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ സാഹചര്യത്തിൽ അനുവദിച്ച സഹനം അതെടുക്കാനായിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഒരു പരാതി പരിഭവം അതേക്കുറിച്ച് പറയാതിരിക്കും. വിശുദ്ധ ജിയാന്ന ബെറേറ്റ ഒരു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സൂര്യനും പ്രകാശവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം, സൂര്യൻ നല്ലപോലെ തെളിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ചൂട്, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ സ്നേഹവും സഹനവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. നമ്മൾ സ്നേഹമുള്ളവരാണെങ്കിൽ സഹനത്തിൻ്റെ വേളയിൽ പരാതി പരിഭവം പറയത്തില്ല. നമുക്ക് കാണാൻ സാധിക്കും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 50 മുതൽ 52 വരെ വായിച്ചാൽ അവിടെ ശിഷ്യന്മാർക്ക് കിട്ടിയത് ചെറിയ സഹനമൊന്നുമല്ല. അവരുടെ മേൽ പെണ്ണുകേസ് വരെ ആരോപിച്ചു. ഒരു സ്ത്രീയെ അങ്ങനെ സമീപിച്ചിട്ടൊന്നുമല്ല, കള്ളക്കേസ്. അങ്ങനെ ഒരു കാര്യം വന്നിട്ടും ശിഷ്യന്മാർ ആനന്ദത്താൽ നിറഞ്ഞു എന്നാണ് പറഞ്ഞു. കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരെ ആക്റ്റീവായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നില്ല, ജ്വലിക്കുന്നില്ലെങ്കിൽ ചെറിയൊരു സഹനം വരുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അത് വരാതിരിക്കണമെങ്കിൽ ആത്മാവ് നമ്മിൽ ജ്വലിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇവിടെ നമ്മൾ മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുസരണം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിച്ചെന്താ? യോഹന്നാന്റെ സുവിശേഷം 14:23 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം അനുസരിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യോഹന്നാൻ 14:15 എടുക്കുകയാണെങ്കിൽ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നീ കൽപ്പന പാലിക്കുന്ന വ്യക്തിയല്ലേ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല. നീ വചനം അനുസരിക്കാത്ത വ്യക്തിയാണോ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയല്ല. നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ തെളിയിക്കണം എന്നുള്ളത് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ അനുസരിക്കും. ദൈവത്തെ അനുസരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കപ്പെടും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നാലാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായ ഒന്നാണ് പരിശുദ്ധാത്മാവ്. അടുത്ത ഞായറാഴ്ച നമ്മൾ അതായത് ജൂൺ 1-ാം തീയതി നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കും യേശുവിൻ്റെ.
അത് കഴിഞ്ഞ് ജൂൺ 8-ാം തീയതി നമ്മൾ പന്തക്കുസ്ത തിരുനാളും ആഘോഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് വരും ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് കാര്യങ്ങളൊക്കെ സെറ്റിൽഡ് ആക്കിയ ഒരു സംഭവം. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ചെറുതൊന്നുമല്ല, നല്ല രൂക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസം. പൗലോസിനും പത്രോസിനും ഇടയ്ക്ക് ഒരഭിപ്രായ വ്യത്യാസം. പൗലോസ് പറഞ്ഞു, പരിച്ഛേദനത്തിൻ്റെ കാര്യം നമ്മൾ നിർബന്ധം പിടിക്കേണ്ട അത് ആവശ്യമില്ല. പക്ഷേ പത്രോസ് പറഞ്ഞു, അതില്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി ഇവർ രണ്ടുപേരുടെ ഇടയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അവരിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുള്ളവരായിരുന്നു, ചുമ്മാ പ്രാർത്ഥന ചൊല്ലുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഭീമമായൊരു പ്രശ്നം അവരുടെ ഇടയിൽ വന്നിട്ടും പരിശുദ്ധാത്മാവ് അത് പരിഹരിച്ചു. അതുകൊണ്ട് പത്രോസ് തന്നെ പറയാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് വിജാതിയരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത്. പിന്നെ എന്തിനവരെ പരിച്ഛേദനത്തിന് നിർബന്ധിക്കണം? ഈ അഭിഷേകത്തിന് മുമ്പും പിമ്പും നമ്മൾ വളരെ വ്യത്യസ്തരായിരിക്കും. പരിശുദ്ധാത്മാവുള്ളവരും ഇല്ലാത്തവരും, പരിശുദ്ധാത്മാവുള്ളിൽ ജ്വലിക്കുന്നവരും പരിശുദ്ധാത്മാവ് പകരം ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. അപ്പോഴാണ് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ സാധാരണ തീർക്കാറുള്ളത് പ്രാർത്ഥിച്ചാണോ അതോ വഴക്കുണ്ടാക്കിയാണോ? അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, അതെ, ഞാൻ പറഞ്ഞതിനപ്പുറത്തോട്ടൊന്നുമില്ല, നീ അത് അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം, അല്ല വേണ്ട. അതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇവിടെ നമ്മൾ കാണുകയാണ് ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഉണ്ടായത് സഭയിൽ. പക്ഷേ അവരത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിലൂടെ പരിഹരിച്ചു എന്നുള്ളതാണ്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുന്നെങ്കിൽ എന്തുമാത്രം പ്രശ്നം ഒഴിവായനെ. എന്തുമാത്രം പേര് ഈ കൗൺസിലിങ്ങിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളൊന്ന് അനുവദിച്ചാൽ, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ മുളയെടുക്കാതിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കും. അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സഭ എങ്ങനെയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ആത്മീയ പരിപോഷണം സ്വീകരിക്കാൻ പറ്റുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ ഇടയിൽ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും. എന്താ ഇതിൻ്റെ അർത്ഥം? നമുക്ക് ഈ സമാധാനവും ഐശ്വര്യവും വേണമെങ്കിൽ സഭയിലൂടെ സ്വീകരിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ എൻ്റെ മുറി കയറി ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ പറഞ്ഞു പോയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, സഭയിലൂടെ വരേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ പാപത്തിന് മാപ്പ് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ പാപമോചനം വരത്തില്ല. കാരണം കൃത്യമായിട്ട് വചനം പറയുന്ന ഒരു കാര്യമാണ്, നീ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും, അഴിക്കുന്നുവോ അഴിക്കപ്പെട്ടിരിക്കും. അപ്പം അതുകൊണ്ട് ആ പാപമോചനം കിട്ടണമെങ്കിൽ നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് പോകണം. ഇതുപോലെ സഭ വലിയൊരു സമ്പത്തായിട്ട് നമ്മൾ കണ്ട് ആ സഭയിൽ നിന്നും ഈ ആത്മീയ സമ്പത്ത് ഊറ്റിയെടുക്കാനായിട്ട് സന്നദ്ധരാകുന്ന വ്യക്തികൾക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും. അവരുടെ ഈ ലോക ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും, മരണാനന്തരം അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അതാണ് കറതീർന്ന ക്രിസ്തീയ ജീവിതത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 2 തീമോത്തി 2-ാം അധ്യായം 11-ാമത്തെ വചനമെടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അവനോടുകൂടെ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുന്നവർ അവനോടുകൂടെ വാഴും. അങ്ങനെ ദൈവത്തോടുകൂടെ വാഴുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതിന് നമ്മെ സഹായിക്കുന്ന, യോഗ്യരാക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.